പട്ടയം ലഭിക്കാത്തതിനെ തുടർന്ന് ഇലഞ്ഞി സ്വദേശി മൂവാറ്റുപുഴ RDO ഓഫീസിനു മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പട്ടയത്തിനായി നിരവധി ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും അധികൃതർ നൽകിയ തീയതികളിൽ മാറ്റം വന്നിട്ടും പട്ടയം ലഭിക്കാത്തതിനെ തുടർന്നാണ് കടുത്ത പ്രതിഷേധവുമായി പൊരുവെയിലത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. അവസാനം ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ഇന്ന് തന്നെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാമെന്ന ഉറപ്പിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. ദീർഘനാൾ കാത്തിരുന്നിട്ടും പട്ടയം ലഭിക്കാത്തതിനെ തുടർന്നാണ് കൂത്താട്ടുകുളം ഇലഞ്ഞി സ്വദേശി മൂവാറ്റുപുഴ RDO ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിൽ താമസിക്കുന്ന കുഴിപ്പറമ്പിൽ വിനോദാണ് പൊരുവെയിലത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. 2 മണിക്കൂറോളമാണ് വിനോദ് പ്രതിഷേധം തുടർന്നത്. 2021 നൽകിയ അപേക്ഷയിൽ പുറമ്പോക്ക് ഭൂമി പതിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് അപേക്ഷ നൽകിയിരുന്നു. അപേക്ഷയെ തുടർന്ന് നിരവധി തവണ വിവിധ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയെങ്കിലും ഇതുവരെ പട്ടയം ലഭിച്ചില്ല. ഇക്കഴിഞ്ഞ ദിവസം വരെ പട്ടയം നൽകാമെന്ന ഗവൺമെന്റ് ഉത്തരവുണ്ടായിട്ടും മൂവാറ്റുപുഴ താലൂക്ക് ഓഫീസിലെ ഉദ്യോഗസ്ഥർ ഇതിന് അലംഭാവം കാണിച്ചു എന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത്. കളക്ടറുടെ ഉൾപ്പെടെ ഉത്തരവുണ്ടായിട്ടും യാതൊരു നടപടിയും അധികൃതർ ഇതിൽ സ്വീകരിക്കുന്നില്ല എന്ന ഗുരുതര ആരോപണമാണ് വിനോദ് പ്രതിഷേധത്തിനിടെ ഉയർത്തിയത്. ചെവി കേൾക്കുന്നതിനും കാഴ്ചയ്ക്കും തടസ്സമുള്ള വിനോദ് വളരെ നിസ്സഹായതയോടെയാണ് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. 2021 അപേക്ഷ വെച്ചതാ. അന്ന് ഈ ഭൂമി പതിച്ചു കൊടുക്കാനുള്ള നിയമം ഉണ്ടായിരുന്നു, പറമ്പൊക്കെ പതിച്ചു കൊടുക്കാനുള്ള നിയമം ഉണ്ടായിരുന്നു. 2023 അത് റദ്ദായി. പാറപ്പുറമ്പൊക്കെ സർക്കാരിലേക്കാന്നുള്ള നിയമം വന്നു. ആ നിയമം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അപേക്ഷ വയ്ക്കേണ്ടി വന്നു. അങ്ങനെ അമ്മ വീണ്ടും അപേക്ഷ വെച്ചു. 6 മാസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇനി സ്കെച്ചും പ്ലാനും വേണം. ആ സ്കെച്ചും പ്ലാനും ഇവിടെ നിന്ന് അപേക്ഷ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവരപേക്ഷ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. 3 മാസത്തോളം ഞാൻ നോക്കി, എന്നിട്ട് സ്കെച്ചും പ്ലാനും വന്നില്ല. ഞാൻ കാക്കനാടി ചെന്ന് അന്ന് തന്നെ സ്കെച്ചും പ്ലാനും കിട്ടി. അത് ഇവിടെ കൊണ്ടു കൊടുത്തു. ഇവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ എടുത്തിട്ട് പറയുകയാണ് ഒറിജിനൽ കട്ടണം. അപ്പോൾ വീണ്ടും ഞാൻ കാക്കനാടി എന്ന് കഴിഞ്ഞപ്പോൾ അവർ പറയുന്നു ഇത് പുരാവസ്തുവാണ്, ഇതൊക്കെ കിട്ടാനുള്ളൂ, ഇത് വെച്ച് ചെയ്തു തരാനുള്ളതെന്ന് പറഞ്ഞു. വീണ്ടും ഇവർ വാശി പിടിച്ചുകൊണ്ട് തിരുവനന്തപുരത്തിന് ആളെ വിട്ടു. അവിടെ ചെന്ന് ഈ ഒറിജിനൽ സ്കെച്ചും പ്ലാനും എടുപ്പിച്ചുകൊണ്ട് വന്നു. അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്തത് മൈനിങ് ആൻഡ് ജിയോളജിയുടെ അനുമതി വേണം കാക്കനാട്. അങ്ങനെ കാക്കനാടി എന്ന് കഴിഞ്ഞപ്പോൾ മൈനിങ് ആൻഡ് ജിയോളജി പറയണോ അവരുടെ അനുമതി വേണ്ട, വേറെ ഖനനത്തിനാണെങ്കിൽ അവരുടെ അനുമതി മതി. എല്ലാവിധ പേപ്പറുകളും തയ്യാറാക്കി നിരവധി തവണ ഉദ്യോഗസ്ഥരെ സമീപിച്ചെങ്കിലും വിനോദിന് പട്ടയം നൽകുന്നതിനുള്ള തടസ്സങ്ങൾ ഓരോന്നോരോന്നായി ഉദ്യോഗസ്ഥർ ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നുവെന്നും വിനോദ് പറയുന്നു. ആദ്യം വരച്ച സ്കെച്ചും പ്ലാനും ശരിയായില്ല, താലൂക്ക് സർവേയർ അളക്കണമെന്ന് പറഞ്ഞു. അത് നോക്കി ഈ 2025 സെപ്റ്റംബർ 19-ാം തീയതി 9-ാം തീയതി ഞാൻ എൻ്റെ അമ്മാനെ ആംബുലൻസ് വിളിച്ച് ഫാമിലിയുടെ കൊണ്ടുവന്ന് കെട്ടാഞ്ഞിട്ട് വിഷമം കൊണ്ട് അമ്മാനെ ബുധനാഴ്ച ഇവിടെ കൊണ്ടുവന്നു. സാറ് കാണാൻ പോലും കൂട്ടാക്കിയില്ല. അപ്പോൾ ഡേറ്റ് വന്നു വെള്ളിയാഴ്ച തരാമെന്ന് പറഞ്ഞു. വെള്ളിയാഴ്ച ഇവിടെ നിന്ന് സർവേയർ വരാമെന്ന് പറഞ്ഞു. സെപ്റ്റംബർ 11-ാം തീയതി ഇവിടെ നിന്ന് പോയി. ബുധനാഴ്ച 9-ാം തീയതി ഇവിടെ നിന്ന് പോയി. 10-ാം തീയതി രാവിലെ എൻ്റെ അമ്മ മരിച്ചു. സെപ്റ്റംബർ 10-ാം തീയതി എൻ്റെ അമ്മ മരിച്ചു. അമ്മയുടെ ചടങ്ങെല്ലാം കഴിഞ്ഞ് 11-ാം തീയതി ഇവിടെ നിന്ന് സാർ വന്നു. ഞാൻ പോയി അളന്നു, സാറിൻ്റെ കൂടെ പോയി അളന്നു. അത് കഴിഞ്ഞ് ഈ മാസം 5-ാം തീയതി സർക്കാരിൽ നിന്ന് ഉത്തരവ് വന്നു, ഇത് പതിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അത് അന്വേഷിച്ച് അവിടെ വന്നപ്പോൾ പറയാണ് സ്കെച്ചും പ്ലാനും വരച്ചത് ശരിയായില്ല, അത് വീണ്ടും വരയ്ക്കണം. നിരവധി തവണ വിനോദിന് പട്ടയം നൽകുന്നതിന് ഉദ്യോഗസ്ഥർ തീയതികൾ നിശ്ചയിച്ചിരുന്നെങ്കിലും ആ തീയതികളിൽ വിനോദും അമ്മയും എത്തുമ്പോൾ വീണ്ടും അവരെ തിരിച്ചയക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളതെന്നും വിനോദ് പറയുന്നു. ഇതിനിടെ അമ്മയുടെ മരണശേഷവും അധികൃതർ യാതൊരുവിധ കനിവും അദ്ദേഹത്തോട് കാണിച്ചില്ലെന്നും ആരോപണമുണ്ട്. CPI മൂവാറ്റുപുഴ മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കലിന്റെ നേതൃത്വത്തിലുള്ള പൊതുപ്രവർത്തകർ സ്ഥലത്തെത്തി വിനോദിനെയും കൂട്ടി പുതിയ തഹസീൽദാരുമായി സംസാരിച്ച് പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തി. ഇന്ന് തന്നെ വിനോദിനാവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാമെന്ന അധികൃതരുടെ ഉറപ്പിനെ തുടർന്നാണ് പൊരുവെയിലത്ത് നിന്നും വിനോദ് സമരം അവസാനിപ്പിച്ചത്.